കിഫ്ബി CEO രാജിവെച്ചു. ശ്രീ KM എബ്രഹാം. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ പരാജയം, അതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം ആദ്യമായിട്ട് രാജിവെച്ചു എന്ന് കേൾക്കുന്ന ഒരു പേരാണ് ശ്രീ KM എബ്രഹാം. എന്തിനാണ് ശ്രീ KM എബ്രഹാം രാജിവെക്കുന്നത്? അപ്പോൾ അത് ഒരു പിണറായി വിജയൻ രാജിവെക്കുന്നത് പോലെ തന്നെ അത് ഉടനെ തന്നെ രാജിവെക്കേണ്ട ഒരാളാണ് ശ്രീ KM എബ്രഹാം. ഈ KM എബ്രഹാം എന്ന് പറയുന്ന ആള് 2017 റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. 2017 ഡിസംബർ 31 റിട്ടയർ ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹം ഈ കിഫ്ബിയുടെ CEO ആയിട്ട് പുനർനിയമനം നേടിയ ഒരാളാണ്. അതുപോലെ കുറേയധികം ആളുകളുണ്ട് ഇങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം ചിരഞ്ജീവികളായിട്ട് ഉദ്യോഗസ്ഥരെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട് ഒക്കെ തുടരുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഷെയ്ഖ് പരീദ് എന്ന് പറയുന്ന ഒരാൾ എറണാകുളം കളക്ടറായിരുന്നു. അതിനുശേഷം അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനെ സർക്കാരിനെയും ജനങ്ങളെയും ഒക്കെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ജഡ്ജിമാർ അവർക്ക് പിന്നെയും അവരിങ്ങനെ തുടരുന്നു. IAS നിന്ന് റിട്ടയർ ശേഷവും തുടരുന്നു, IPS നിന്ന് റിട്ടയർ ശേഷം തുടരുന്നു, ഇൻകം ടാക്സിൽ നിന്ന് റിട്ടയർ ശേഷം തുടരുന്നു. ഇങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷവും ഈ പിണറായി വിജയൻ ഭരണത്തിൻ്റെ കീഴിൽ, ഭരണത്തിൻ്റെ കൂടെ, ഭരണത്തിൻ്റെ തണലിൽ പദവിയും പത്രാസുമായിട്ട് തുടരുന്ന കുറേയധികം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് എന്തിനാണ് പിണറായി വിജയൻ ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത്? കോടികളുടെ പദ്ധതികൾ ടെൻഡർ നൽകുന്ന സ്ഥലങ്ങളിൽ ഇരുത്തുന്നത്, കോടികളുടെ പദ്ധതികൾക്ക് അനുമതി നൽകേണ്ട സ്ഥലങ്ങളിൽ ഇരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഈ പിണറായി വിജയൻ എന്തിനാണ് ഈ റിട്ടയർ ചെയ്തവരെ ഇത്രയധികം പുനർനിയമനങ്ങൾ നടത്തിയത്? പുനർനിയമനം നടത്തിയത് മാത്രമല്ല, KM എബ്രഹാത്തിന് മന്ത്രി പദവി വരെ നൽകി. സാധാരണ ഒരു മന്ത്രി പദവി നൽകണമെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ മന്ത്രി പദവി നൽകാം. അപ്പോൾ ഇത് ഒരിടത്ത് നിൽക്കാതെ ഒരു ഉദ്യോഗസ്ഥന് മന്ത്രി പദവി നൽകുന്നത് ഒരു പിൻവാതിൽ നിയമനം പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ശ്രീ KM എബ്രഹാമിന് 2017 റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് മന്ത്രി പദവി ശ്രീ പിണറായി വിജയൻ നൽകി. എന്തിന്? അപ്പോൾ ഇതിന് ചില കാരണങ്ങളുണ്ട് പിണറായി വിജയന്. ഒന്നാമത്തെ ഒരു കാരണം, ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥര് അഴിമതിക്ക് വളരെ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ കാരണം, ഈ റിട്ടയർ ചെയ്ത ശേഷം അവർക്ക് കോൺട്രാക്ട് റൂൾസ് ബാധകമല്ല. അതുകൊണ്ട് അച്ചടക്ക നടപടികൾ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വളയമില്ലാതെ ചാടുന്നതിന് ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ കുറേയധികം കോടികളുടെ കരാർ നൽകുന്ന കൊച്ചി മെട്രോ പോലെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരാൾ വരുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ കോടികളുടെ പദ്ധതികൾ പറ്റി തീരുമാനിക്കുന്ന കിഫ്ബി പോലൊരു സ്ഥലത്ത് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് ഇരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ തീരുമാനിക്കുന്നത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. ആ ആളെ നാളെ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ പോകണം. കാരണം ഒരു വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടി ഒരു കരാറടിസ്ഥാനത്തിൽ ഇത്ര വർഷത്തേക്ക് എന്തെങ്കിലും UPSC മുഖാന്തരമോ PSC മുഖാന്തരമോ ഒക്കെ വന്നതാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ ഓഫ്കോഴ്സ് പറയാം, സസ്പെൻഷൻ ചെയ്യാം. പക്ഷേ കോടതി പോകാൻ പറ്റും. കോടതി ചിലപ്പോൾ അത് നിയമവിരുദ്ധമായിട്ട് പറഞ്ഞതാണെങ്കിൽ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യും, വീണ്ടും സർവീസിൽ തിരിച്ചു വരും. പക്ഷേ റിട്ടയർ ശേഷമാണെങ്കിൽ ആരാണോ നിയമിച്ചത് അയാൾ നാളെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകണം. അതുകൊണ്ട് അവരുടെ പദവിയും പത്രാസും കാറും ഓഫീസും മറ്റ് പവറുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ പറയുന്നത് അതേപോലെ അനുസരിച്ച് നല്ല അനുസരണയുള്ളവരായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അഴിമതി നടത്തണോ, അതിന് ഏറ്റവും നല്ല മാർഗം റിട്ടയർ ചെയ്തവരെ അവിടെ വെക്കുക. അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് ശ്രീ പിണറായി വിജയൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു സംരക്ഷണ വലയം തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ
റിട്ടയർ ചെയ്ത IAS-കാർ, IPS-കാർ, ഹൈക്കോടതി നിന്ന് റിട്ടയർ ചെയ്തവർ, ഇൻകം ടാക്സിൽ നിന്ന് റിട്ടയർ ചെയ്തവർ ഒക്കെ അവർക്ക് സർവീസിൽ നല്ല പരിചയമുള്ളവരാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പരിചയം? ഒന്ന്, ഓഡിറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. C&AG ഓഡിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടികൾ, അതിൻ്റെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ളവർക്കറിയാം. അതുപോലെ RTA, ഈ റൈറ്റ് ടു വിവരാവകാശത്തിന് മറുപടികൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. മീഡിയ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാം. അസംബ്ലിയിലേക്ക് മറുപടി കൊടുക്കേണ്ട ഈ ഇന്റർപെലേഷൻ എന്ന് പറയും, അപ്പോൾ അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ എല്ലാവിധ കാര്യങ്ങളും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വളരെ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പിണറായി വിജയന് ഏത് സൈഡിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാലും അതിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ റിട്ടയർ ചെയ്തവർ. അപ്പോൾ അത് സർവീസിൻ്റെ അകത്തുള്ളവർ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസിൻ്റെ അകത്തുള്ളവർ ഈ ഏതെങ്കിലും ഒരു അഴിമതി കാര്യത്തിന് സംരക്ഷണം തീർക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചിലപ്പോൾ പ്രോ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിൽ ആണ് തീരുമാനം എടുക്കുന്നത്. അല്ല C&AG ഓഡിറ്റിന് മറുപടി കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിയമസഭാ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതെങ്കിൽ, വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു അഴിമതി കാണിക്കുന്ന ഒരാൾക്ക് വളരെ ഒരു റൂളും ചട്ടവും അനുസരിച്ച് മറുപടി കൊടുക്കുന്ന ആൾക്കാരെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ സർവീസിലുള്ളവർ അങ്ങനെയുള്ളവരായിരിക്കും, അവർ റൂളും ചട്ടവും അനുസരിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്തവരാണെങ്കിൽ റൂളും ചട്ടവും പാലിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു സംരക്ഷണ വലയത്തിന് വളരെ നല്ല ഒരു കാര്യമാണ് റിട്ടയർ ചെയ്തവരെ വെക്കുക എന്നുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം, ഈ റിട്ടയർ ചെയ്തവർ എന്ന് പറയുമ്പോൾ അവർ കുറേ കാലം സർവീസിൽ 10-30 വർഷം അതിലധികം സർവീസിൽ ഇരുന്നവരാണ്. IAS-ലും IPS-ലും ഒക്കെ ഇരുന്ന് വളരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരായിരിക്കും. ഇൻകം ടാക്സിലാണെങ്കിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ജൂനിയർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ റിട്ടയർ ചെയ്തവർക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ CBI-യിൽ കുറച്ചു കാലം ജോലി ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്ത ശേഷം ശ്രീ പിണറായി വിജയൻ പുനർനിയമനം നൽകി കഴിഞ്ഞാൽ പിണറായി വിജയന് CBI-യിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വാധീനിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതുപോലെ ഇൻകം ടാക്സിൽ റിട്ടയർ ശേഷം ഒരാളെ ശ്രീ പിണറായി വിജയൻ നിയമിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പുള്ളിക്കോ കുടുംബത്തിനോ പ്രശ്നമുണ്ടെങ്കിൽ അതിലൊരു സ്വാധീനം ചെലുത്താൻ എളുപ്പമുണ്ട്. അതുപോലെ IAS-ൽ ഇരുന്ന ശേഷം വിരമിച്ച ഒരാളെ IAS-ലുള്ള ബാക്കിയുള്ളവരെയൊക്കെ സ്വാധീനിക്കാൻ ഒക്കെ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ജൂനിയർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ റിട്ടയർ ചെയ്തവരെ വെക്കുന്നത്, അതുപോലെ അതിന് ഉള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ശ്രീ പിണറായി വിജയന് അത് അത്യാവശ്യമായൊരു കാര്യമാണ്. റിട്ടയർ ചെയ്തവരെ ഒരു ചുറ്റിൽ നിർത്തുക, അവർക്ക് പുനർനിയമനം നൽകുക. അപ്പോൾ അവരനുസരണയുള്ളവരായിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ട്, പിണറായി വിജയൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് പോലെ അവർ പിണറായി വിജയന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. കാരണം പിണറായി വിജയൻ്റെ ഒരു ഇഷ്ട ഉള്ളിടത്തോളം കാലം മാത്രമേ അവർക്ക് അവരുടെ കാറും ഓഫീസും പദവിയും പവറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് പിണറായി വിജയൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പിണറായി വിജയന് ഇഷ്ടം തോന്നേണ്ട വിധത്തിൽ അവർ പെരുമാറുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഈ റിട്ടയർ ചെയ്ത കൈമബ്രാവിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ ഷെയ്ഖ് ഫരീദിനെ പോലെയുള്ളവരെ വീണ്ടും നിയമിച്ച് ഈ നമ്മുടെ പൊതുപണം ഒരു വിധത്തിൽ ദൂർത്തടിക്കുകയാണ്. കാരണം എല്ലാ വർഷവും ഇവിടെ എത്ര IPS-കാർ വേണം, IAS-കാർ വേണം, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ വേണമെന്നുള്ളതൊക്കെ തീരുമാനിച്ച്, അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ സർവീസിൽ സെക്രട്ടേറിയറ്റിലുണ്ട്. അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കാം. അതിന് മുമ്പൊക്കെ അങ്ങനെ സർവീസിലുള്ളവർ തന്നെയാണ് ദിനേശ് ശർമ്മയൊക്കെ ഉമ്മൻചാണ്ടി സെക്രട്ടറി ആയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. നയനാരായിരുന്നപ്പോൾ തന്നെ ഷീല തോമസിനെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. IAS ഓഫീസേഴ്സാണ് അവരന്ന് സർവീസിലുള്ളവരാണ്. ഇപ്പോൾ സർവീസിലുള്ളവരെയാണ് മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരാക്കിയിരുന്നത് നയനാരും അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ. പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റിട്ടയർ ചെയ്ത ആൾക്കാരെ അപ്പോൾ എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിക്ക് പോകേണ്ടത് അദ്ദേഹത്തിൽ കൂടി പോകും. അപ്പോൾ എല്ലാ ഓഫീസർമാരുടെയും ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നിയന്ത്രണവും അവർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ വേണമെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ സൂപ്പർ മന്ത്രിയായിട്ടൊക്കെ പെരുമാറുന്നൊരവസ്ഥയിലേക്ക് നമ്മളുടെ ഭരണം അധപ്പതിച്ചിരുന്നു. അതിൻ്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 കാരണം: 1, അഴിമതി കാണിക്കുന്നതിനുള്ള ഒരു കാര്യം; 2, സംരക്ഷണ വലയം തീർക്കുക എന്നുള്ളത്; 3, ജൂനിയർ ഉദ്യോഗസ്ഥർ, അത് CBI-യിലാണേലും അല്ലെങ്കിൽ ഇൻകം ടാക്സിലാണേലും അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റിനുള്ളിലാണേലും ഒക്കെ
അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാകും ഇവരുടെ ജൂനിയർ ഉദ്യോഗസ്ഥർ IAS സെക്രട്ടറി സ്ഥാനങ്ങളിലോ അല്ലെ ജോയിൻറ്റ് അഡീഷണൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ, അതുപോലെ മറ്റ് സെൻട്രൽ ഓർഗനൈസേഷൻസിലുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും ഇവിടെയുമൊക്കെ സ്വാധീനിക്കുന്നതിന് ഈ റിട്ടയർമെൻറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തി അനുസരണയുള്ളവരായിട്ട് നിർത്തുന്നത് ഉപകാരപ്രദമാണ്. അപ്പോൾ പിണറായി അത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി.